ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗെയിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പാവക്കൂത്തിൻ്റെ ഒരു വീഡിയോ ആണ്. മീശമാധവനിലും ദശാവതാരത്തിലും അതുപോലെ ഇപ്പം ഇറങ്ങിയ പള്ളിച്ചട്ടമ്പിയിൽ വരെ ഉണ്ടായ പാവക്കൂത്ത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പാവക്കൂത്ത് ഇങ്ങനെ നേരിട്ട് കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അന്ന് അവരെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തത് രാമായണമായിരുന്നേ. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് രാമായണം കണ്ടാലോ. വന്ദനത്തിൽ ഗണപതി വിഘ്നേശ്വരരെ സ്തോത്രം ചെയ്തുകൊള്ളാം. ശിവദത്തമായ ത്രയംബകം എന്ന വില്ലെ വേദിയിൽ കൊണ്ടുവന്നു വയ്ക്കൂ. ഓം ഹരി 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 വിവാഹം മംഗളം ശുഭം വിവാഹം മംഗളം ശുഭം വിവാഹം മംഗളം ശുഭം.
കത്തിച്ചാകി അവിയകത്തുകകളാകി അയിങ്കിണൈ നെടിയാളാകി ചവിയുക തെളിந்த കണ്ണൻ കൊടുക്കവും തഴുവിച്ചാകോ കവിയന കിടந்த ഗോദാപുരിയെ ശരണമേ ശരണം ശ്രീരാമചന്ദ്ര പ്രഭോ. നോക്കൂ, ഈ ഗോദാവരി നദി ഭൂമിക്ക് തന്നെ ഒരു അലങ്കാരമായി ശോഭിക്കുന്നത് കണ്ടില്ലേ? നമ്മൾ മാതൃകാജ്ഞ പരിപാലനം ചെയ്യുന്നതിനു വേണ്ടി അയോധ്യ രാജ്യത്തിലിരുന്ന് പുറപ്പെട്ട 14 സംവത്സരം മരളിയുടുത്ത് വക്രവരിത്ത് വാനപ്രസ്ഥാശ്രമത്തിൽ കൈക്കൊണ്ട് ശരയൂ നദി ചിത്രകൂടം ജണ്ടകാരണ്യം വഴിയായി പഞ്ചവടിയായ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പുണ്യഭൂമിയിൽ ഒരു പന്നശാല നിർമ്മിക്കൂ ലക്ഷ്മണ. കൽപ്പന പോലെ എങ്കും തിരിയുളമായിടം ഏനം കരടി പുലിയാണി ചിങ്കം തിരിവതനയുടൻ വനത്തിൽ നോക്കുന്ന സമയത്ത് കാട്ടുമൃഗങ്ങളിലെ കാണുന്നത് സീതാദേവിക്ക് ഭയം വരും. ഈ വനത്തിലെ കാട്ടുമൃഗങ്ങൾ ഓടിപ്പോകുവാൻ വില്ല് വളച്ച് വിൽത്തുണി കേൾപ്പിക്കാം. കളിക്കുന്നത് കണ്ടില്ലേ? ഈ മടിയെ വിളക്കുവാനായി തിരിച്ചു തരണമേ സ്വാമി. ലക്ഷ്മണ, ഈ മാനിനെ നോക്കൂ. ഈ മാനിന് സമാനമായി ബ്രഹ്മസൃഷ്ടിയുള്ള ഒന്നിനെയും ഉപമിച്ച് പറയുവാൻ കഴിയുന്നില്ലല്ലോ. സീത ഈ മാനിനെ കണ്ട് മോഹിച്ച് പിടിച്ചു തരണമെന്ന് പറയുന്നു. സീതയുടെ അഭിഷ്ടം സാധിക്കുന്നതിനായി ഞാൻ ഈ മാനിനെ പിടിക്കുവാൻ പോകുന്നു. ഞാൻ മടങ്ങി വരുന്നത് വരെ സീതയെയും പർണശാലയെയും കാത്തുകൊള്ളുക. ഈ മാനിനെ ഒന്ന് പിടിച്ചു നോക്കട്ടെ. മാനിനെ പിടിക്കാൻ കിട്ടുന്നില്ല. ഈ കനകമൃഗമേ, ഓടാതെ നീ എങ്ങും വന്നാൽ ഉണരിയും നീയാൻ വന്നേ ചിരാകമല ശ്രീദേവി ചെന്തവിളിക്ക് ചാവില്ല മാനേ നീ മരുപൂങ്കുഴലി പരത്തിന്ത സാരാസുര പൂനാദി ദശയായി നിன்று മാനെ മാനിനെ അസ്ത്രമയച്ച് നിഗ്രഹിക്കുന്നതല്ല. അയ്യോ അയ്യോ സീതേ, ലക്ഷ്മണ. ലക്ഷ്മണൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. മാനിയെ
രാക്ഷസനത് വലിച്ചു വീണത്. ഈ രാക്ഷസൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് സീത കേട്ടാലും ലക്ഷ്മണൻ കേൾക്കാതിരിക്കട്ടെ. കുറച്ചു നേരം ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് ക്ഷീണം തീർക്കാം. കുറ്റം വീണ്ട കുണത്തിൻ കോമകൻ മറ്റ ഹേ ലക്ഷ്മണ, ജ്യേഷ്ഠന്റെ ലിംഗവിലാപം കേട്ട് യാതൊരു ഭയവുമില്ലാതെ നിൽക്കുന്നോ ഇവിടെ? അതിവേഗം ജ്യേഷ്ഠനെ അന്വേഷിച്ചു പോകും. ദേവി, അവിടുന്ന് അവിവേകമായി സംസാരിക്കുന്നത് കഷ്ടമാണ്. ഞാൻ പർണശാലയ്ക്ക് ചുറ്റും 3 രേഖ വരയ്ക്കാം. ഒരു കാരണവശാലും ഈ രേഖകൾ മുറിച്ചു വരുന്നത് വലിയ ആപത്തായിരിക്കും. എന്തു വന്നാലും ജഡായുദേവർ കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ജ്യേഷ്ഠനെ അന്വേഷിച്ചു പോകാം. ശ്രീമൻ നാരായണ ശരണം. പരബ്രഹ്മസ്വരൂപ ശരണം. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായക ശരണം. ഈ വനത്തിലും ജ്യേഷ്ഠനെ കാണുന്നില്ല. വേറൊരു വനത്തിൽ പോയി നോക്കാം. മാരീചമാമൻ രാമനെയും ലക്ഷ്മണനെയും പർണശാലയിൽ നിന്ന് അകറ്റിയല്ലോ. രാവണനായ ഞാൻ സന്യാസി വേണ്ടത് സീതയുടെ സമീപത്തിൽ പോകാം. ഭിക്ഷാന്തി ഭിക്ഷാന്തി. ഹരി ഓം ഹരി. ഹര ഹര ശിവ ശിവ ഹരിവ ശംഭോ ഗളയാ ശിവ ശിവ ഗജമുഖ ഗണനാഥ ശംഭോ ശിവ ഗുണനന്ദിത അമ്പലതരശേ അരുമരുതേ ശംഭോ ആനന്ദതേ ഹരിവിരുതേ പുതുനടതരശേ മുന്നിയനേ ശംഭോ പുരവരനാ പുരകണ്ണിയനേ. ഹര ഹര ശിവ ശിവ മഹാദേവ ശംഭോ ഗളയാ ഹര ഹര ശിവ ശിവ മഹാദേവ ശംഭോ ഗളയാ ഹര ഹര ശിവ ശിവ മഹാദേവ ശംഭോ ഗളയാ ഭിക്ഷാന്തി. കേൾക്കുമായി ഞാൻ ആരാണെന്ന് പറയാം. അസത്യം പറയുന്ന മുറിയല്ല. ഈ പ്രപഞ്ചമെല്ലാം അസത്യമാണ്. സത്യം ഏതെന്ന സച്ചിദാനന്ദമായ ആത്മസ്വരൂപമാണ്. അധിക കാലമായി സമാധിയിലേക്ക് ഉണർന്നപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കുന്നില്ല. അല്പം അന്നം ഭിക്ഷ. ഇന്ന് ശ്രദ്ധിക്കപ്പെട്ട വളകളണിഞ്ഞ കൈകൾ കൊണ്ട് ഒരു കവളം അന്നം തരണമേ കുമാരി. എന്റെ ഭർത്താവ് മനുഷ്യനും വന്ന നല്ല കറിയോ കയ്യോ അങ്ങേക്ക് നൽകാമേ. ഈ ഘോരമായ വനത്തിൽ സഹായത്തിന് ആരുമില്ലാതെ ഈ തനിയായിരിക്കാൻ കാരണം എന്താണ്? നിന്റെ പേരെന്താകുന്നു? അച്ഛനാണ്, നായകനാരാണ് കുമാരി? കിട്ടായി മുനീശ്വര, സന്മാർഗശാലികളായ നിങ്ങളെ പോലുള്ള മഹാത്മാക്കളാണ് ദൈവം എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ഒരാളായ ജനകരാജാവാണ് എന്റെ പിതാവ്. എന്റെ പേര് ജാനകി. എന്റെ നായകൻ കാർമിസ്ത വംശോദ്ഭവൻ എന്നറിഞ്ഞുകൊള്ളുക. ഒരു സ്ത്രീകൾ നായകന്റെ പേര് പറയുന്നത് ശരിയല്ലല്ലോ. ത്രികാലജ്ഞാനിയായ ഞാൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. നിന്റെ നായകൻ വരുന്നതുവരെ രാജാവിന്റെ ചരിത്രം ഞാൻ പറയാം. ഇതിനേക്കാൾ ഭാഗ്യവാൻ സുന്ദരൻ. ബ്രഹ്മപുരത്തിൽ ജനിച്ചവരുമായ ശ്രീ പരമശിവന്റെ വാസസ്ഥലമായ കൈലാസപർവ്വതത്തെ എടുത്ത് അമ്മാനാടിയ അഷ്ടകജങ്ങളെ ജയിച്ചവൻ, പരമശിവൻ സമ്മാനിച്ച ചന്ദ്രകാസം എന്ന വാ ധരിച്ചവൻ. ഈ ഗുണങ്ങളുള്ള അദ്ദേഹം തനിക്ക് യോജിച്ച പെണ്ണിനെ കിട്ടുവാൻ ആശിച്ചിരിക്കുകയാണ്. ഈ വീഡിയോക്ക് ഒരു സെക്കൻഡ് ഹാഫും കൂടി ഉണ്ടാവും കേട്ടോ. കാരണം ഒത്തിരി ലെങ്തി ആയി പോവുക. ഞാനിത് ഫുള്ള് അപ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ ഒരു 30 മിനിറ്റിന് മേലെ വരും. സോ ആദ്യത്തെ ഒരു 15 മിനിറ്റ്സ് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്യും. കുറച്ച് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് വീഡിയോയും കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വരെ കണ്ടത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. വീണ്ടും കാണാം. ബൈ.